ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നമുക്ക് ഗീ റൈസിലേക്കും അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പത്തിരി, പൊറോട്ട അതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിലേക്കും ഒക്കെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള കറിയാണ്. അപ്പോൾ എന്നാലും നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ എന്നാലും നമുക്ക് ഇത് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ മൺചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നാടൻ കറിയാണ്, അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്തിയിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു അത്യാവശ്യം നല്ല സൈസുള്ള സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് ചേർക്കാം. ഈ ഒരു കറിയിൽ ഒരുപാടൊന്നും സവാള അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. കറിക്ക് ഒരു സ്വീറ്റ്നെസ് വരും. അപ്പോൾ ഒരു സവാള മതി. ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടിക്കോളും. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവിടെ കിട്ടുന്ന അല്ലി വെളുത്തുള്ളിയാണ്, അത്യാവശ്യം നല്ല സൈസ് ഉണ്ടാവും. അത് അത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചിട്ട് എടുക്കാം. ചതച്ച് ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക കേട്ടോ കറിയിൽ. പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. സവാള ഒന്നുകൂടെ വഴറ്റിയിട്ട് ഇത് ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ 2 ടേബിൾ സ്പൂൺ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇഞ്ചി ഒരു 1 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ ആയിരിക്കും ഉണ്ടാവുക. അതുകൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. പിന്നെ മൺചട്ടിയിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, തീ കുറച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഒരു 3 എണ്ണം ചേർത്തിട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ടും ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്തിട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി ചേർക്കാം. അത് നിങ്ങളുടെ എരിവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേർക്കാം. ഞാനിവിടെ ഒരു 1.25 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയുന്ന ടീസ്പൂണും ടേബിൾ സ്പൂണും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഗരം മസാല പൊടിയാണ്. അത് നമ്മളൊരു 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിച്ചത്, അത് നമ്മളൊരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഇവിടെ അത്യാവശ്യം എരിവ് ഉണ്ടാവുമായിരിക്കും നമ്മൾ മുളക് പൊടിയൊക്കെ ഇത്രയും ചേർത്തിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു 1/4 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഇത്രയും ചേർത്തിയിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ചട്ടിയിൽ, പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ ചെയ്യുമ്പം ഓയിൽ കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഓയിൽ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നോൺ സ്റ്റിക്കിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ അങ്ങനെ അടി പിടിക്കുന്ന വലിയ പ്രോബ്ലം ഒന്നും കാണില്ല. മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് അടി പിടിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് ആ പൊടികളുടെയൊക്കെ നല്ലൊരു മണം വരും. അതൊന്ന് മൂപ്പായിട്ടുള്ളൊരു മണം വരില്ലേ, അങ്ങനെയുള്ളൊരു മണം വരുന്ന സമയം വരെ നമ്മളൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളി തന്നെയാണ്, ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് തന്നെ ചേർത്തിട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മളിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ്റെ മറ്റ് ഡിഷുകൾ ചെയ്യുന്ന പോലെ സവാളയും തക്കാളിയും കൂടെ ഒരുപാട് സമയം നമ്മൾ വഴറ്റി കുഴഞ്ഞ് നമ്മൾ റോസ്റ്റൊന്നും ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ഞാനിങ്ങനെ പല സമയത്തായിട്ട് ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ കുറേശ്ശെയാണ് കേട്ടോ ചേർക്കുന്നത്, അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണേ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടില്ല 750 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 കിലോ ചിക്കനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കറി ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ചേർത്തിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ശകലം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഒരുപാടൊന്നും കൂടുതൽ എടുക്കണ്ട കേട്ടോ, കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ ഉപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഈ ഒരു മസാല ഇട്ടത് വഴറ്റിയിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചെറിയ തീയിലാണ് കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമ്മൾ ആ ചേർത്തിട്ടുള്ള ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് കൂടെ വെള്ളം ചേർക്കാം. ഞാൻ ചെറു ചൂടുള്ള വെള്ളമാണ് ചേർത്തിട്ടുള്ളത്, നോർമലായിട്ടുള്ള പച്ചവെള്ളമല്ല ചേർത്തിട്ടുള്ളത്. പച്ചവെള്ളം ചേർത്തിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ അധികം ചൂടുള്ള വെള്ളമാണ് ചേർക്കാറ്. അപ്പോൾ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വേണേൽ ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കാം. എന്നിട്ടൊരു 4-5 മിനിറ്റ് നമ്മൾ വേവിക്കണം.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് മൺപാത്രത്തിൽ ചെയ്യുമ്പം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് കുറേശ്ശെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ അത്യാവശ്യം തന്നെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊരു 1 മിനിറ്റ് കൂടെ വളരെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ 1 മിനിറ്റിന് ശേഷം ഓൾമോസ്റ്റ് ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. ചിക്കൻ പീസസ് ഒക്കെ തന്നെ നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഫൈനലായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2 നുള്ളു കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഒരു നുള്ളു നമ്മുടെ ഗരം മസാല പൊടിയും കൂടെ ചേർക്കുകയാണ്. ഇത് ഫൈനലായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം ഉണ്ടാവുമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളിത് അടച്ച് വെച്ചിട്ട് തുറക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിയാൽ മതി. ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ. ഒക്കെ ഒരു 1-2 നുള്ളു മാത്രം ചേർത്തിയാൽ മതി. അതുകൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിന് ശേഷം നമ്മളിതിൽ വളരെ ചെറിയ തീയിലാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഇതിലേക്ക് നമ്മളൊരു 4 ടേബിൾ സ്പൂണോളം നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ചേർത്തിട്ട് കൊടുക്കുന്നത്. തേങ്ങയുടെ 2ാം പാലല്ല ചേർക്കേണ്ടത് കേട്ടോ. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലിനെ ചേർക്കുക. പക്ഷെ ഞാനിവിടെ തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈസ്റ്റേണിൻ്റെ ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്ക് ഉണ്ട്, അത് വെച്ചിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചേർക്കാറുള്ളത്. ഒട്ടുമിക്ക കറികളിലും തേങ്ങാപ്പാലായിട്ട് യൂസ് ചെയ്യാറ് ഞാൻ അതുതന്നെയാണ്. അപ്പോൾ ആ ഒരു ടിന്നിൽ കിട്ടുന്ന കോക്കനട്ട് മിൽക്കാണ് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളെ ഒരു തേങ്ങാപ്പാലൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ ചട്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഓഫ് ചെയ്യാണ്. ഒരുപാട് തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ആ ചൂടിൽ കിടന്നിട്ട് തന്നെ കറി തിളച്ചോളും. കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ 1ാം പാൽ ചേർക്കുകയാണെങ്കിൽ അത് ചേർത്തിട്ട് പിന്നെ കറി ഒരുപാട് സമയമൊന്നും തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചെറിയ തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരുവിധം എല്ലാത്തിലേക്കും കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിന് സ്പെഷ്യലാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വീണ്ടും കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.